ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗോസ്റ്റ് ഹണ്ടർ. മല്ലു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 32 വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ നടന്ന ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ യഥാർത്ഥ സ്ഥലത്തിൻ്റെയോ ഇത് പങ്കുവച്ച ആളുടെ മറ്റു വിവരങ്ങളോ ഞാനിവിടെ പറയുന്നില്ല. അനുഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ഉടനെ തന്നെ എനേബിൾ ചെയ്യുക. പത്തനംതിട്ടയിലെ കുരമ്പാല എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായാണ് ഈ ഒരു സംഭവം നടന്നത്. കൃത്യമായ ഒരു ലൊക്കേഷനോ കാര്യമോ ഞാനിവിടെ പറയുന്നില്ല. ഈ ഒരു സ്ഥലത്തെപ്പറ്റി ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല. ഈ ഒരു അനുഭവം ഈ ഒരു യുവാവ് എന്നോട് പങ്കുവയ്ക്കുമ്പോഴാണ് ഇങ്ങനൊരു സ്ഥലത്തെപ്പറ്റി തന്നെ ഞാൻ അറിയുന്നത്. ഈ കുരമ്പാല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും 18 കിലോമീറ്റർ മാറിയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഇദ്ദേഹത്തെ നമുക്ക് ആൽബിൻ എന്ന് വിളിക്കാം. ആൽബിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ ആൽബിന് താഴെ ഒരു അനിയത്തിയുമാണുള്ളത്. ഈ ഒരു സംഭവം നടക്കുമ്പോൾ ആൽബിൻ ഡിഗ്രി ഫസ്റ്റ് ഇയറും അനിയത്തി 10ാം ക്ലാസ്സിലും ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അനിയത്തിക്കും ആൽബിനും 2 മുറികളുണ്ടായിരുന്നു. അതുപോലെ അച്ഛനും അമ്മയും ഒരുമിച്ചാണ് കിടന്നിരുന്നത്. വളരെ സന്തോഷമായുള്ള ഒരു കുടുംബമായിരുന്നു ആൽബിൻ്റേത്. പക്ഷേ അധികം നാൾ അത് അങ്ങനെ പോയില്ല. പതിയെ വീട്ടിലുള്ള എല്ലാവർക്കും അസുഖങ്ങൾ പിടിപെടാൻ തുടങ്ങി. അസുഖങ്ങൾ വരുന്നതെല്ലാം സ്വാഭാവികമാണ്. പക്ഷേ നിരന്തരമായി വീട്ടിലുള്ള എല്ലാവർക്കും അസുഖങ്ങൾ വന്നു തുടങ്ങി. മാത്രമല്ല, വീട്ടിലവർ താലോലിച്ച് ഓമനിച്ച് വളർത്തിക്കൊണ്ടിരുന്ന വളർത്തുമൃഗങ്ങളെല്ലാം ഒരു കാരണവുമില്ലാതെ ഓരോ ദിവസങ്ങളിലായി മരണപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ആൽബിന് ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് അവൻ രാത്രിയിൽ വളരെ വൈകിയാണ് കിടന്നത്. കിടക്കുന്നതിന് മുമ്പായി കുറച്ച് വെള്ളമെടുക്കാൻ വേണ്ടി അവൻ കിച്ചണിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴാണ് അനിയത്തിയുടെ റൂമിന് മുമ്പിലായി ആരും നിൽക്കുന്നത് പോലെ ആൽബിൻ കണ്ടത്. അത് അനിയത്തിയാണ് എന്നും വിചാരിച്ച് ആൽബിൻ അവളോട് ഇത്ര നേരമായിട്ടും നിനക്ക് ഉറങ്ങാറായില്ലേ, പഠിച്ചതൊക്കെ മതി, കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ മുറിയിൽ പോയി കിടന്നു. പിറ്റേ ദിവസം ആൽബിൻ അനിയത്തിയോട് ചോദിച്ചു, എന്താ ഇന്നലെ നീ വളരെ വൈകി കിടന്നത്? നീ എങ്ങനെ വൈകിയൊന്നും പഠിക്കാറില്ലല്ലോ, പിന്നെ എന്തു പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നേരത്തെ കിടന്നു തുടങ്ങിയല്ലോ, എന്താ അങ്ങനെ ചോദിക്കാൻ? അപ്പോൾ ആൽബിൻ പറഞ്ഞു, അപ്പം നിന്റെ റൂമിന് വെളിയിൽ ഞാൻ കണ്ടത് നിന്നെ അല്ലെങ്കിൽ പിന്നെ ആരെയാ? ആൽബിൻ പറഞ്ഞു, ശരി, അതെന്തോ ആവട്ടെ, ചിലപ്പോൾ എനിക്ക് തോന്നിയതാകാമെന്നും പറഞ്ഞ് ആ കാര്യം അവരവിടെ തന്നെ വിട്ടു. അങ്ങനെ അന്ന് വൈകുന്നേരവും ആൽബിന് കുറച്ചധികം പഠിക്കാനുണ്ടായിരുന്നു. അവൻ ഡോറെല്ലാം ലോക്ക് ചെയ്ത് പഠിക്കാനിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഡോറിന് വെളിയിൽ നിന്നും ആരോ തട്ടുന്നു. ഈ ഒരു ശബ്ദം കേട്ട് ആൽബിനും പതിയെ ക്ലോക്കിലേക്കൊന്ന് നോക്കി. സമയം 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്താരാണ് എൻ്റെ വാതിൽ മുട്ടുന്നത്? ആരാണെന്നറിയാൻ അവൻ പതിയെ വാതിൽ തുറന്നു നോക്കി. വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു സ്ത്രീ രൂപം അവൻ്റെ മുന്നിലൂടെ അങ്ങനെ നടന്നു പോകുന്നു. ആ ഒരു രൂപം അനിയത്തിയുടെ റൂമിന് മുമ്പിൽ അനങ്ങാതെ നിൽക്കുന്നു. ഇത് കണ്ടപ്പോഴാണെങ്കിൽ ആൽബിൻ്റെ ശരീരമാകെ തണുത്തു. മാത്രമല്ല, ശരീരത്തിലെ ഓരോ രോമവും എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. കാരണം അത് അനിയത്തിയല്ലാന്ന് അവന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. കാരണം ആ ഒരു രൂപത്തിന് വളരെയധികം ഉയരമുണ്ടായിരുന്നു. മാത്രമല്ല, നല്ലോണം മുടി വിടർത്തിയിട്ട ഒരു രൂപം. തണുത്തു വിറച്ച് പേടികൊണ്ട് ശരീരമാകെ വിറച്ച് അവൻ എങ്ങനെയോ റൂമിൻ്റെ വാതിൽ കുറ്റിയിട്ടു. ഈ ഒരു സെക്കൻഡോട് തന്നെ അവൻ വേർത്ത് കുളിച്ചു. പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് അമ്മയെ വിളിച്ചു. ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും ആരും കോൾ എടുക്കുന്നില്ല. ആ കോൾ കട്ട് ചെയ്ത് അച്ഛനെ വിളിച്ചു. അച്ഛനും കോൾ എടുക്കുന്നില്ല. പിന്നെ ഉറങ്ങിക്കിടക്കുന്ന അനിയത്തിയെ വിളിച്ചു. ആരും കോൾ എടുക്കുന്നേയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഡോറിൽ അതേ ശബ്ദം. ഇത് കേട്ടതും വിയർത്ത് കുളിച്ച് ശരീരമാകെ ഒരു ഫ്രീസായ അവസ്ഥയിൽ അവൻ നിന്നു. ഡോറിൻ്റെ വിളിയിൽ നിന്നും ആരോ ഘോരമായി
ശ്വാസമെടുക്കുന്ന പോലെ ഒരു ശബ്ദം അവൻ കേട്ടു. അവൻ പേടിച്ച് വീണ്ടും ഫോണെടുത്ത് അച്ഛനെയും അമ്മയെയും മാറി മാറി വിളിച്ചു. പെട്ടെന്ന് അച്ഛൻ കോളെടുത്തു. എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും ആൽബിന് ഒന്നും തന്നെ പറയാൻ കിട്ടുന്നില്ല. അടഞ്ഞ ശബ്ദത്തിൽ അവൻ അച്ഛനെ വിളിച്ചു. പെട്ടെന്ന് തന്നെ അച്ഛൻ ഓടി മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്നപ്പോൾ ആകെ പേടിച്ച് അവശനായി വിയർത്ത് കുളിച്ചു നിൽക്കുന്ന ആൽബിനെയാണ് അച്ഛൻ കണ്ടത്. അത് കണ്ടതും അച്ഛനും ആകെ ഭയമായി. മോൻ എന്തോ കണ്ട് പേടിച്ചുവെന്ന് അച്ഛന് മനസ്സിലായി. ഇനി രാത്രിയിൽ ഒറ്റയ്ക്ക് തനിയെ ഇരുന്ന് ഇത്ര നേരം പഠിക്കണ്ടെന്ന് അച്ഛൻ അവനോട് പറഞ്ഞു. അച്ഛൻ അവനെ സമാധാനിപ്പിച്ച് കുറച്ച് വെള്ളമെല്ലാം കൊടുത്ത് ആശ്വസിപ്പിച്ചു. പക്ഷേ അപ്പോഴും അവനെ എന്താണ് സംഭവിച്ചതെന്ന് അവനെക്കൊണ്ട് പറയാൻ സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും അവൻ്റെ ഉള്ളിൽ ഭയം തട്ടിയിരുന്നു. അങ്ങനെ അന്നത്തെ ആ രാത്രി മൊത്തം അച്ഛൻ അവൻ്റെ കൂടെ ഇരുന്നു. അന്ന് നേരം വെളുക്കുന്നവരെ അവൻ ഉറങ്ങിയിരുന്നേയില്ല. നേരം വെളുത്ത് ഒരു വിധത്തിൽ അവൻ അച്ഛനോട് രാത്രി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതെല്ലാം നിന്റെ തോന്നലാണെന്ന് അച്ഛൻ അവനെ സമാധാനിപ്പിച്ചെങ്കിലും അവൻ കണ്ട കാര്യം അവൻ എങ്ങനെ ഒരു കള്ളമാവും, അതായി അവൻ്റെ ചിന്തയിൽ. അങ്ങനെ 3 ദിവസം ആ ഒരു കാര്യമോർത്ത് പനിച്ച് അവൻ വീട്ടിൽ തന്നെ ഇരുന്നു. അങ്ങനെ 3 ദിവസം കോളേജിൽ പോവാത്തത് കൊണ്ട് തന്നെ അവന് വീണ്ടും ഒരുപാട് നോട്ട് എഴുതേണ്ടതായി വന്നു. അങ്ങനെ വീണ്ടും അവൻ രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് നോട്ട് എഴുതാൻ തുടങ്ങി. ഈ എഴുതുന്ന സമയത്തും അവൻ്റെ ഉള്ളിൽ ആ ഒരു ഭയമുണ്ടായിരുന്നു. അന്നുണ്ടായതെല്ലാം ഒരു തോന്നലാവും എന്നും അവൻ സ്വയം ഉള്ളിൽ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് എഴുതാൻ തുടങ്ങി. അവൻ നോട്ട്സ് എഴുതുമ്പോഴെല്ലാം അവൻ്റെ കൂടെ മുറിയിൽ വേറെ ആരോ ഉള്ള ഒരു ഫീല് അവൻ അനുഭവപ്പെടാൻ തുടങ്ങി. അവൻ പതിയെ റൂമിൽ നിന്നും ഹോളിലേക്ക് ഇറങ്ങി. ശേഷം റൂമിലെയും ഹോളിലെയും ലൈറ്റിട്ട് അച്ഛനെ വിളിച്ചു. അച്ഛനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് നോട്ട് എഴുതാനുണ്ട്, അച്ഛൻ ഇന്ന് എൻ്റെ കൂടെ ഇരിക്കണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. എന്തായാലും മോൻ പേടിക്കണ്ട, ഞാൻ കൂടെ ഇരുന്നോളാം എന്നും പറഞ്ഞ് അച്ഛൻ അന്ന് അവൻ്റെ കൂടെ തന്നെ കിടന്നു. നോട്ട്സ് എല്ലാം എഴുതി അവൻ കിടക്കുന്നതിന് മുമ്പ് വാഷ്റൂമിലേക്ക് പോയി. വാഷ്റൂം വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആ വാഷ്റൂം ആണെങ്കിൽ അനിയത്തിയുടെ റൂമിനോട് ചേർന്നാണുള്ളത്. അവൻ വാഷ്റൂമിലേക്ക് പോകുന്ന നേരത്താണ് അനിയത്തിയുടെ റൂമിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നവൻ ശ്രദ്ധയിൽപ്പെട്ടത്. അറിയാതെ ഉള്ളിലേക്കൊന്ന് നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം അവൻ കാണുന്നത്. ആ ഒരു രൂപം തൻ്റെ അനിയത്തിയുടെ ബെഡിനരികിൽ അവളെയും തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അവൻ അവനെ കൊണ്ട് പറ്റാവുന്നത്ര ശബ്ദത്തിൽ ഉറക്കെ അലറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഉള്ളിൽ നിന്നും ശബ്ദം വെളിയിലേക്ക് വരുന്നേയില്ല. അവൻ നെഞ്ചതെല്ലാം തിരുമ്മി എങ്ങനെയോ ശബ്ദമെടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം പോലും വെളിയിൽ വരുന്നില്ല. അവൻ അവൻ്റെ കൈകൊണ്ട് ബാത്റൂമിൻ്റെ കതകിൽ ഉറക്കെ അടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ആ ഒരു രൂപം അവിടെ നിന്നും അപ്രത്യക്ഷമായി. അവൻ തട്ടുന്ന ആ ഒരു ശബ്ദം കേട്ട് അമ്മയും അപ്പുറത്തെ റൂമിൽ നിന്ന് അച്ഛനും എണീറ്റ് വന്നു. അച്ഛനും അമ്മയും വന്ന് ചേട്ടനോട് സംസാരിക്കുന്ന ശബ്ദം കേട്ട് അനിയത്തിയും ഉറക്കത്തിൽ നിന്നും എണീറ്റ് വന്നു. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ശരിക്കും ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. എന്തായാലും ആ ഒരു കാര്യങ്ങൾ അടുത്തൊരു പാർട്ടായിട്ട് ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടാൻ ചാൻസ് ഉണ്ട്. ഇതിനുശേഷം ആ ഒരു കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം പറയാൻ എനിക്ക് ഒരുപാട് സമയം വേണം. അതുകൊണ്ട് തന്നെ അടുത്തൊരു പാർട്ടായിട്ട് തന്നെ ഞാനത് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക.